ഒരുപാട് ജനങ്ങളോട് കൂടിയിട്ടുണ്ട് ജൂലൈ 4th പ്രമാണിച്ച്. അപ്പോൾ നമ്മൾ ജൂലൈ 4th US ഇൻഡിപെൻഡൻസ് ഡേ ഷിക്കാഗോയിലെ ലേക്ക് ഡ്രൈവിൽ എൻജോയ് ചെയ്യാണ്. Let's go this way. Jonathan, let's go this way. ഞങ്ങൾ US ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് ഇവിടെ ഐസ്ക്രീം കഴിച്ച് വൈകുന്നേരം പിള്ളേർക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞു. ഐസ്ക്രീം കഴിക്കാമെന്നാണ് ക്യാത്തി ഇവിടെ സോളർ പൊന്തിക്കൊണ്ട് വരുന്നു. അഡലേസ് പ്ലാനറ്റേറിയത്തിൻ്റെ അടുത്താണിപ്പോൾ. ഇവിടെ ഇത്തിരി കത്തിയാണ്. ജോൺസൺ എങ്ങനെയുണ്ട് തൻ്റെ ക്രീം ഐസ്ക്രീം? യു ലൈക്ക് ദ ഐസ്ക്രീം? അപ്പോൾ എൻ്റെ പുറകെ കാണുന്നതാണ് അഡലർ പ്ലാനറ്റേറിയം. അതിൻ്റെ സൈഡിൽ ലേക്ക് മിഷിഗൻ. പിന്നെ ആ കാണുന്ന സ്കൈലൈനാണ് ഷിക്കാഗോ സ്കൈലൈൻ. അവിടെ നമുക്ക് വില്ലിസ് ടവറും മറ്റുള്ള സ്കൈലൈൻസ് എല്ലാം കാണാൻ കഴിയും. നമുക്ക് ഇപ്പം നമ്മൾ ഷിക്കാഗോ ഡൗൺ ടൗണിൻ്റെ സെൻറ്ററിലാണ്. അപ്പുറം ലേക്ക് മിഷിഗൻ ഇങ്ങനെ ചുറ്റാൽ വളഞ്ഞു കിടക്കുന്ന ലേക്ക് മിഷിഗൻ. ഞാനിവിടെ നിൽക്കുവാണ്. ഇവിടെ അഡലർ പ്ലാനറ്റേറിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതേ കാണുന്ന പുറകെ കാണുന്നതാണ് അഡലർ പ്ലാനറ്റേറിയം. നിക്കോളസ് കോപ്പർനിക്കസ് പോളിഷ് അസ്ട്രോണമറിൻ്റെ സ്റ്റാച്ചു ആണത്. കോപ്പർനിക്കസ്. അപ്പോൾ ഷിക്കാഗോ സ്കൈലൈൻ വളരെ ക്ലിയർ ആയി വിസിബിളാവുന്നു. കാരണം വെച്ചാൽ സൺ പോയി. ഇത് വളരെ നല്ലൊരു ഈവനിങ് ആണ് ഇവിടെ ഇപ്പോൾ ഇന്ന്. അപ്പോൾ ഞങ്ങൾ US ഇൻഡിപെൻഡൻസ് ഡേ ലേക്ക് മിഷിഗൻ്റെ സൈഡിൽ ഷിക്കാഗോ സ്കൈലൈൻ കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് ആസ്വദിക്കുകയാണ്. ജസ്റ്റ് എൻജോയ് വിത്ത് us. ഇതാണ് ഇവിടുത്തെ വൈബ്. എല്ലാവരും അനേകായിരം ആളുകൾ ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ വന്നിരുന്ന് സ്കൈലൈൻ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 8 PM ആയി. സൺസെറ്റ് ആവുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വില്ലിസ് ടവറും ബാക്കിയുള്ള എല്ലാ സ്കൈലൈനും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്.
we are just enjoying the Independence Day here in Chicago. അപ്പോൾ ഞങ്ങളിപ്പോൾ സമയം ഓൾമോസ്റ്റ് 8 മണിയായി. അവിടെ ലൈറ്റൊക്കെ തെളിഞ്ഞു തുടങ്ങും. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ആളുകളും ഭയങ്കരമായ ജനക്കൂട്ടമാണ്. ക്യാത്തി അവിടെ പടക്കം പൊട്ടിക്കാൻ പോകണം. ആ പിള്ളേർ ക്യാത്തിക്ക് പടക്കം പൊട്ടിക്കാൻ കൊടുത്തു. Dangerous. No. ക്യാത്തിയെ പടക്കം പൊട്ടിക്കുക. ക്യാത്തി പൊടിക്കണ പടക്കാണത്.